ഞാൻ എപ്പോഴും അവരോട് പറയാറുണ്ട്, വേഷങ്ങൾ ജന്മങ്ങൾ വേഷം മാറാ നിമിഷങ്ങൾ ഞാൻ അറിഞ്ഞിട്ടാടുകയാണ് ഈ ജീവിത വേഷം. ഞാൻ അറിഞ്ഞിട്ടാണെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. അവർ പറയുന്ന ആ വേർഡ്സ്, അതായത് നമുക്ക് പേരിനും മാത്രം ഒരു ഭർത്താവ് മതി. ഞാൻ ആഗ്രഹിക്കുന്നത് വീണ്ടും ഒരു ഡൈവോഴ്സ് ആഗ്രഹിക്കണം. ഞാൻ ഗബ്രിയുടെ അപ്പനെ വിളിച്ചിട്ടുണ്ടോ, നിന്റെ അപ്പനെ പോയി പറ, സ്വന്തം നിലനിൽപ്പിനെ ബാധിക്കുമെന്ന് കരുതിയാൽ സ്വന്തം കൂടപ്പിറപ്പായാലും ജനിപ്പിച്ച തന്തയായാലും മോഹിച്ച പെണ്ണായാലും മാറ്റി. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയുടെ ഭാഗമാകുക, അതിൽ സർവൈവ് ചെയ്ത് അതിന്റെ വിന്നർ ആവുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ആ ഒരു വലിയ കാര്യം നേടിയെടുത്തിട്ടുള്ള ഒരാളാണ് നിന്റെ കൂടെ ഉള്ളത്. ഒരുപക്ഷെ നമുക്ക് കാഴ്ചയിൽ അത്ര സ്വഭാവം മനസ്സിലാവണമെന്നില്ല, എന്നാൽ വളരെ നിഷ്കളങ്കനായ ഒരു മാടപ്രാവിന്റെ മനസ്സുള്ള ബിഗ് ബോസ് മലയാളം സീസൺ 6 വിന്നർ ജിൻഡോ ചേട്ടൻ. ജിൻഡോപ്പനാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഹായ് ജിൻഡോ ചേട്ടാ, വെൽക്കം ടു അരോറ മീഡിയ നെറ്റ്വർക്ക്. നമസ്കാരം. സോഷ്യൽ മീഡിയയിലാണെങ്കിലും പലതായിട്ട് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഇപ്പോൾ ഒരു പുതിയൊരു അഫെയർ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഏത് ലാസ്റ്റ് മിനിറ്റിൽ ജിൻഡോ ചേട്ടൻ വിഡ്രോ ചെയ്തു. അത് അങ്ങനെയുള്ളൊരു കാര്യം സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താ ചേട്ടന് പറയാനുള്ളത്? ഞാൻ അതായത് ചേട്ടന് ബിഗ് ബോസ് സീസൺ 6 വിന്നറാണ്. ആ പോപ്പുലാരിറ്റിയിൽ ചേട്ടൻ മറന്നു, ബാക്കിയെല്ലാം മറന്നുപോയി, തന്റെ കൂടെയുള്ള പാർട്ട്ണറെ വിട്ട് കളഞ്ഞു എന്നുള്ളൊരു കാര്യമായിട്ടാണ് നമ്മൾ അറിഞ്ഞത്. ഞാൻ തേച്ചു എന്നുള്ളൊരു വാക്ക് എനിക്കത് സോഷ്യൽ മീഡിയയോട് പറയേണ്ട ഒരു ആവശ്യം എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴും ഞാൻ പറഞ്ഞേക്കണത് പള്ളിയിൽ വെച്ചിട്ട് എൻ്റെ ഡൈവോഴ്സ് കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ കല്യാണം വേണ്ടെന്ന് വെച്ചാൽ അവരുടെ വീട്ടുകാർക്കും ഞങ്ങൾക്ക് പള്ളിയിൽ വെച്ച് കെട്ടണമെന്നാണ് ആഗ്രഹം. കുട്ടി വന്നപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെയായിരുന്നു എന്നാണ് ഞാൻ പറയണത്. പക്ഷെ ഇത്രയും സോഷ്യൽ മീഡിയയിൽ പറയുമ്പോൾ ഞാൻ പറയാം, എനിക്ക് പറഞ്ഞാലും കുഴപ്പമില്ല. കാരണം ഞാൻ ആ കുട്ടീനെ ആരും അറിയില്ല, മനസ്സിലായി പറഞ്ഞത്. ആ കുട്ടീനെ ആരും അറിയില്ല, നമുക്ക് പറഞ്ഞതിന് കുഴപ്പമില്ല. കാരണം ആ കുട്ടിയുടെ ഫോട്ടോ ഞാൻ റിലീവ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആത്മാർത്ഥം സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടെന്ന് ലൈഫിൽ. ഞാൻ അത്ര സിൻസിയറായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ നമുക്കൊരു കല്യാണം നടത്തണം എന്നാഗ്രഹിക്കുമ്പോ എന്താ പറയാ, ഞാൻ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കാണിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഒരു സുപ്രഭാതത്തിൽ ഞാൻ അത് കാണിക്കും. കാരണം ഇതുപോലെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാക്കി ഞാൻ കാണിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരു 10 ദിവസം മുമ്പ് കല്യാണത്തിനോട് മുമ്പ് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് മറ്റുള്ളവർ അവരുടെ ഒരു ക്യാരക്ടറും കാര്യങ്ങളും നമുക്ക് അയച്ചു തരാണ്, എങ്ങോട്ട് നമുക്ക് മനസ്സിലാക്കി തരുവാണ്. മനസ്സിലാക്കി തരാണ് ആള് വന്നു കഴിഞ്ഞാൽ പിന്നെ. അപ്പം നമുക്കത് എന്താ പറയാ, ഏറ്റെടുക്കാൻ പറ്റില്ല. കാരണം ആ ലൈഫിൽ അവർ പറയുന്ന ആ വേർഡ്സ്, അതായത് നമുക്ക് പേരിനും മാത്രം ഒരു ഭർത്താവ് മതി. ഇപ്പൊ ജിൻഡോ ചേട്ടനാണെങ്കിൽ ചേട്ടന്റെ കല്യാണം തന്നെ വലിയൊരു രീതിയിൽ നടത്താനായിട്ട് പ്ലാൻ ചെയ്തിരുന്നതാണ്. ഒരു ആൽബം ഒക്കെ സെറ്റ് ചെയ്തു, എല്ലാ സെലിബ്രേഷനും റെഡി ആയിട്ട് തലേ ദിവസമാണ് ഇങ്ങനെ ഒരു കാര്യം വേണ്ട എന്ന് വെക്കുന്നത്. അപ്പൊ അതിന് ശരിക്കും ഒരു റീസൺ ഉണ്ടായിരിക്കും. അത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാതെ, നമ്മളൊരു കല്യാണത്തിന്റെ ഒരു 8 ദിവസം മുമ്പാണ് ഞാൻ കല്യാണം വേണ്ടെന്ന് വയ്ക്കുന്നത്. അപ്പൊ എൻ്റെ ലൈഫിൽ എനിക്ക് എത്രയും ലക്ഷങ്ങൾ എനിക്ക് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ഞാൻ എല്ലാം ഏൽപ്പിച്ച്. കാരണം എൻ്റെ കല്യാണം വരെ നമുക്ക് ഇന്ത്യയിൽ നടക്കാത്തൊരു സാധനം എന്ന് പറഞ്ഞാൽ 3D വിഷ്വൽ ഔട്ട് ഇറക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. 3D വിഷ്വൽ ഔട്ട് ഇറക്കാന്നുണ്ടെങ്കിൽ നമുക്ക് 3D കണ്ണട അവിടെ വന്നവർക്ക് 3D കണ്ണട കൊടുക്കും. അല്ലാണ്ട് 3D കണ്ണട 3D കണ്ണട വെച്ചിട്ട് അത് കാണാൻ പറ്റുള്ളൂ. ആൽബം വരെ നമ്മുടെ ആൽബം വരെ നമുക്ക് 3D കണ്ണട വെച്ചാൽ നമുക്ക് ക്ലിയർ ആവുള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു സാധനം നമ്മൾ സെറ്റ് ചെയ്യുക. പിന്നെ അതുകൂടാണ്ട് കല്യാണത്തിൻ്റെ സദ്യകള് കാര്യങ്ങള് എല്ലാം വണ്ടികള് പോഷ് വണ്ടികള് കാര്യങ്ങളെല്ലാം 1 to Z വരെ. അതായത് ഇത് ആള് വരും എപ്പോഴും എന്നോട് പറയായിരുന്നു. ആള് ദുബായിൽ വന്ന് കഴിഞ്ഞിട്ട് ആണ് ഞാനത് അതായത് കുറച്ച് കാര്യം ഫുഡിന്റെ കാര്യങ്ങളും ആ കാര്യങ്ങളൊക്കെ ഞാൻ ഏൽപ്പിച്ചത്, മനസ്സിലായോ? അപ്പോഴും ഈ ആള് വന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് ഏൽപ്പിച്ചിട്ടും ആള് കഴിഞ്ഞ് 2 ദിവസം വന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാവണത് മറ്റുള്ള ആൾക്കാർ എനിക്ക് പല സാധനങ്ങളും അയച്ചു തരുകയും ചെയ്യും. അയച്ചു ചെയ്യുമ്പോൾ എനിക്കത് മനസ്സിലാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കല്യാണത്തിന് മുമ്പുള്ള കാര്യമല്ലേ എന്നാണ് ചോദിക്കണേ. അപ്പം ഞാൻ ചിന്തിച്ചു ശരിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ അപ്പോഴും ഞാൻ അവരുടെ അയച്ചു തന്ന ആൾക്കാരോട് ഞാൻ വിളിച്ചു ചോദിക്കുകയാണ്, ഇങ്ങനെ അത് ശരിയല്ലേ, കല്യാണത്തിന് മുമ്പുള്ള കാര്യമല്ലേ എന്ന് ചോദിക്കണം. അതായത് തന്നപ്പോഴും ഞാൻ ചോദിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജിൻഡോ അവളോടുള്ള ഇഷ്ടം കൊണ്ടല്ല ഞാനിത് അയച്ചു തന്നെ, നിങ്ങളെ എനിക്കിഷ്ടമുണ്ട്, എനിക്ക് വേറെ കുറേ കാര്യങ്ങൾ പറയും.
അവളുടെ വേറെ കുറെ ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളും എനിക്ക് തരാണ്. മനസ്സിലായി പറയാം. അപ്പോൾ അതുവരെ ഓക്കെ. പിന്നെയും എന്നോട് പറയാം ഞാൻ രണ്ടത് വോയിസ് അയച്ചുതരാം ഒന്ന് കേൾക്കാൻ പറയണം. അപ്പോൾ ആ വോയിസ് കേൾക്കുമ്പോൾ പറയണത് എന്താ അറിയോ, അത് നിങ്ങളത് പേടിക്കേണ്ട, എനിക്കൊരു പേരിനൊരു ഭർത്താവ് അവിടെ മതി. അതായത് ഞാൻ അവിടേക്ക് സ്ഥിരമായിട്ട് ചെല്ലില്ല എന്നുള്ളത് വ്യക്തമായിട്ട് അവൾക്കറിയാം. ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്യാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മയ്ക്ക് ഇത് തന്നെയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെറുപ്പം മുതൽ ഉണ്ടാക്കി എടുത്തേക്കണ എൻ്റെ ഒരു പ്രസ്ഥാനമുണ്ട്, എൻ്റെ ലൈഫ് സ്റ്റൈലുണ്ട്, എൻ്റെ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇട്ടുകൊണ്ട് ഫുള്ളായിട്ട് ഞാൻ പോകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വരണ്ടെങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും, പോവും, നിൽക്കും, പോവും, ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും അവർക്ക് അറിയാൻ വ്യക്തമായിട്ട്. ആളെപ്പോഴും പറഞ്ഞാൽ നിങ്ങൾ സ്ഥിരമായിട്ട് വരണം, സ്ഥിരമായിട്ട് നിൽക്കണം എന്ന് പറയെങ്കിലും ഞാനത് മറ്റേ ചെയ്യണമെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ആ ഒരു മറുപടി അവർക്ക് കൊടുക്കുന്നത്. അതായത് അവിടെ നിന്ന് പോരുന്ന സമയത്ത് വരെ അവർക്ക് കൊടുത്തിട്ടുള്ള വാക്കെന്താ, എനിക്ക് നാട്ടിൽ പേരിനൊരു ഭർത്താവ് മതി. അങ്ങനെ ഇത് കണ്ടും ഇതൊക്കെ കേട്ടും കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെ, മനസ്സിലായോ, ഞാൻ ഉപേക്ഷിക്കണമല്ല, അവളും എന്നെ ഉപേക്ഷിച്ച് വെക്കണമല്ല. പക്ഷെ ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും എങ്ങനെ പിന്നീട് മുന്നോട്ട് പോകാൻ പറ്റും, മനസ്സിലായോ. അത് കഴിഞ്ഞിട്ടും ആൾക്കെന്നെ കെട്ടണമെന്നുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ സംസാരിച്ചത് ആ രീതി തന്നെ പോയായിരുന്നു. പിന്നെയും ഞാൻ വേണ്ടെന്ന് വയ്ക്കാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും അവനായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്, ആളായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്, എനിക്ക് മനസ്സിലായി. ആ ഒരു കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞാൽ വീണ്ടും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, വീണ്ടും ആളുടെ പ്രശ്നങ്ങൾ മറ്റേ ആൾ വിളിച്ച് തന്നെ സംസാരിക്കാം. അത് പറ്റില്ല എന്നുള്ളതുകൊണ്ട് അതിനകത്ത് ഞാൻ ആഗ്രഹിക്കുന്നത് വീണ്ടും ഒരു ഡൈവോഴ്സ് ആഗ്രഹിക്കല്ല. ഇനി നമ്മൾക്ക് എന്താ പറയുക, നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പോഴും നമ്മൾ സംസാരിക്കുന്ന ഒരു കാര്യമാണ്, നമുക്കൊരു അപ്പൻ അമ്മേനെയൊക്കെ നല്ല വലുതാണ്, ആങ്ങളമാർ വലുതാണ്, അതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടില്ല. പക്ഷെ ഭാര്യ ഭർത്താവുകൾക്ക് വീണ്ടും കിട്ടും അല്ലേ, വീണ്ടും കിട്ടും. അത് പോയാലും വീണ്ടും കിട്ടും എന്നല്ല എല്ലാവരും പറയണേ. പക്ഷെ റിയലായിട്ടുള്ള കാര്യം പറയാം, നമുക്ക് ലാസ്റ്റ് ഉണ്ടാവുന്ന ആൾക്കാർ ആ ഭാര്യയും ഭർത്താവും മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ പറഞ്ഞ ആങ്ങളെ ഉണ്ടാവില്ല, പെങ്ങളും ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. നിങ്ങൾ മനസ്സിലാക്കിക്കോ. ലൈഫിൽ നമ്മൾ ഒരുമിച്ച് ഒരു ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ആ ബന്ധം ശരിക്കും പറഞ്ഞാൽ ഒരു കുഴിയിലടങ്ങണം. അത് അന്തിമ വരെ കൊണ്ടുനടക്കാൻ നോക്കുക എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ഒരു ചാനലുകാരൻ നമ്മൾ സാധാരണ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ വന്നതാണ്. അപ്പോൾ ഈ കാര്യം ഇങ്ങനെ ചോദിച്ചു വന്നപ്പോൾ അവർ എന്നോട് ചോദിച്ച ചോദ്യമാണ്, ഒരു നിങ്ങൾ ലീവ് ടുഗദറായിട്ട് നോക്കിക്കൂടെ ലൈഫിൽ, മനസ്സിലായോ, ലീവ് ടുഗദറായിട്ട് ജീവിച്ചുകൂടെ എന്ന് ചോദിച്ചു. പറ്റുന്നില്ലാത്ത സമയത്ത് നിങ്ങൾക്ക് ലീവ് ടുഗദറായിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് പറ്റിയെങ്കിൽ നിങ്ങൾക്ക് കെട്ടിയാൽ പോരെ. അപ്പം ഞാൻ പറഞ്ഞു ശരിയാണല്ലോ, അത് നമുക്ക് ഇനി ലീവ് ടുഗദറായിട്ട് ജീവിച്ചിട്ട് നമുക്ക് പറ്റിയെങ്കിൽ നോക്കാം എന്നുള്ള സാധനം. ഞാൻ അത് പറയുമ്പോൾ അവർ പറഞ്ഞ സാധനം, അതായത് അവർ എന്നോട് ചോദിച്ച സാധനം കട്ട് ചെയ്തവർ, കട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ പോലെയായി. മനസ്സിലായി പറഞ്ഞത്, ഞാനത് ചോദിക്കണ പോലെയായി. മനസ്സിലായി പറഞ്ഞത്, സംഭവം മനസ്സിലായി. അപ്പം അത് പിന്നെ വേറെ ചാനലുകാർ അത് എടുത്തിട്ട് എൻ്റെ ഫോട്ടോ ഒക്കെ ഒട്ടിച്ചിട്ട് ചോദിക്കുകയാണ് ഇങ്ങനെ, ജിൻഡോ ലീൻ ടു തരുന്ന ആൾക്കാരെ അന്വേഷിക്കണു അങ്ങനെ ആക്കിയിട്ട് ഇട്ടേക്കാം. പക്ഷെ ഞാൻ അതിനൊന്നും ഒരു എതിർത്തൊന്നുമില്ല. പക്ഷേ നമ്മള് പറയാത്ത അല്ലെങ്കിൽ നമ്മൾ മെൻഷൻ ചെയ്യാത്ത കാര്യമാണ്. ഇല്ല, എന്താ കാര്യം അറിയോ, നമുക്ക് എപ്പോഴും സോഷ്യൽ മീഡിയയിൽ പറയുന്നവർക്ക് പറയാം, എന്ത് വേണമെങ്കിലും പറയാം. നമുക്ക് ജനങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നവർ മനസ്സിലാക്കി. അതിനകത്ത് തോന്നുന്ന കമൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടുകാരെയും എൻ്റെ അമ്മേനെയും എൻ്റെ ആൾക്കാരൊക്കെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിയോ, ആ അമ്മയ്ക്ക് വിളിച്ചിട്ട് പ്രൊഫൈൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പണി ഉറപ്പായിട്ട് കിട്ടുമല്ലോ. ഈ ഇന്റർവ്യൂയിലൂടെ ആളുകൾക്ക് മനസ്സിലായിട്ട് 100% കിട്ടും. പണി ഞാൻ കൊടുത്തിരിക്കും. കാരണം അതെൻ്റെ എനിക്ക് ഫീൽ ചെയ്ത സാധനം, അത് മനസ്സിലാക്കി വെച്ചോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയൊക്കെ ഞാൻ പ്രശ്നമില്ല എനിക്ക്. കാരണം ലൈഫിൽ നമ്മൾ വീട്ടിലേക്ക് തന്നെ തളയാൻ വിളിച്ചാൽ അതെന്താണെന്നുള്ളത് നോക്കാനുള്ള കഴിവ് എനിക്കുണ്ട്, ഉള്ള ആൾക്കാരുണ്ട് എൻ്റെ. അത് നിങ്ങൾ മനസ്സിലാക്കിയോ, നിങ്ങൾ നല്ലത്. ഇന്റർവ്യൂ കാണുന്നവർക്ക് എന്താണ് റിയൽ ജിൻഡോ എന്നുള്ളത് ഓൾറെഡി അല്ല, അവർ ചിന്തിക്കണം എന്താ, ഞാനിങ്ങനെ ഇതായിട്ട് ജീവിക്കണം, അതാണ് ആഗ്രഹിക്കണേ, കഴിയുന്നതല്ല. അത് അവർ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്. കാരണം നിങ്ങളിങ്ങനെ ജീവിച്ചാൽ എങ്ങനെ ഉണ്ടാവും. അപ്പം ഞാൻ അത് ശരിയാണല്ലോ, അങ്ങനെ ജീവിച്ചാൽ ശരിയാണല്ലോ, അതുള്ള ശരി, നമ്മൾ ആ രീതിയിലാണ് നമ്മൾ സംസാരിക്കണേ. അതിനെ എടുത്ത് വളച്ചൊടിച്ച്
മറ്റപ്പോഴാക്കി അതിനൊരു ഞാൻ വേണമെങ്കിൽ ഒരു ലൈവ് പോയിട്ട് ഇങ്ങനെ പറയാൻ ഉദ്ദേശിച്ചാ. അപ്പോഴും ഞാൻ ചിന്തിക്കണമെന്ന് പറഞ്ഞാൽ നമ്മളെ മൈനസാക്കി കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിൻ്റെ അടിയിൽ വന്ന് അവർ കമന്റ് ചെയ്യും. നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ കമന്റ് ചെയ്യും. അപ്പം നമ്മൾ ഈ കമന്റ് ശരിക്കും പറഞ്ഞാൽ കമന്റ്സ് ഞാൻ സത്യത്തിൽ കുറച്ച് കമന്റ്സ് വായിക്കില്ല. ഇത് മേജർ പ്രശ്നം എന്താ പറയട്ടെ, നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അനിയനും അനിയത്തിയൊക്കെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ കമന്റ്സ് ഒക്കെ എടുത്തിട്ട് അമ്മയ്ക്ക് അയച്ചു കൊടുക്കും. അമ്മ വായിക്കുമല്ലോ അത്. അമ്മയ്ക്ക് സുഖമില്ലാണ്ടിരിക്കാനാണ്, അവർക്ക് അത് ആലോചിച്ചൂടെ? മനസ്സിലായി പറഞ്ഞത്? ഞാൻ ചേട്ടൻ പറയില്ല അങ്ങനെ അമ്മയ്ക്ക്? ഞാൻ കഴിഞ്ഞ ദിവസം അനിയനെ വിളിച്ച് പറഞ്ഞിരിക്കണേ, എടാ നീ അത് ചെയ്യണത് ശരിയല്ല. അമ്മ അത് അറിഞ്ഞ് വായിക്കണപ്പോഴാ ഇവര് കട്ട് ചെയ്തിട്ട് കണ്ട് അയച്ചു കൊടുക്കും. അപ്പൊ അമ്മ അത് വായിക്കും. അമ്മയ്ക്ക് ലെൻസ് കംപ്ലൈന്റ് അടിക്കുന്ന അമ്മയാണ്. മനസ്സിലായി പറഞ്ഞത്? ഈ കമന്റ് അടിക്കുന്ന ആൾക്കാരോടും പറയുന്ന കാര്യമില്ല, നിങ്ങളുടെ ഉള്ള അമ്മമാരുണ്ട്. അല്ല, പക്ഷെ നമ്മൾ അത് സോഷ്യൽ മീഡിയയിൽ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. അത് അവര് മുഖം കാണിക്കാത്തടത്തോളം അവർക്ക് ജെന്യുവൻ പ്രൊഫൈലിൽ എല്ലാവരും അടിക്കുന്നത്. ജെന്യുവൻ പ്രൊഫൈലിൽ അടിക്കുന്ന ആൾക്കാരുടെയും പിടിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി ഇപ്പം സോഷ്യൽ മീഡിയയിൽ പിടിക്കാനുള്ള കാര്യങ്ങൾ ഇരിക്കുന്നുണ്ട്. അതായത് എന്തായാലും ഇപ്പൊ ജിൻഡോ ചേട്ടൻ ഒരു പുതിയ കുറെ ഷോസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ചേട്ടന്റെ ഒരു ലെവലിൽ ചേട്ടൻ മുന്നോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന ആളുകൾക്കൊക്കെ ഒരു വലിയൊരു അടി പെർഫോമൻസ് വൈസും ചേട്ടൻ കൊടുക്കുന്നില്ലേ? അത് വലിയൊരു കാര്യം തന്നെയല്ലേ? ആണ്. പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ വീട്ടുകാരെ കുറിച്ചൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ, സ്വന്തം വീട്ടുകാരെ കുറിച്ചൊക്കെ നമ്മൾ ഇങ്ങനെ ഒപ്പനായിട്ട് ഇതിൽ കമന്റ് ബോക്സിലൊക്കെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പണ്ടൊന്നും എനിക്കത് മറ്റുള്ള നടിമാരെ നടന്മാരെയൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, ഇവർക്കൊന്നും ഫീലിംഗ് ഇല്ലേ, ഇവരൊന്നും തിരിച്ച് പറയണില്ലല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, നമ്മൾ സിറ്റുവേഷനിൽ ഒരു സെലിബ്രിറ്റി ആയിട്ട് ഇരിക്കുമ്പോഴാണ് നമ്മൾ ആ വിഷമം മനസ്സിലാവുക. കാരണം നമുക്ക് എന്ത് പറഞ്ഞാലും നമുക്ക് കൊള്ളുന്നുണ്ട്. എന്ത് പറഞ്ഞാലും കാരണം ഞാനും ചോര നീരുള്ള മനുഷ്യനല്ലേ, എല്ലാ ഫീലിംഗും ഉള്ള മനുഷ്യനാണ്. എല്ലാ ഫീലിംഗുള്ള മനുഷ്യന് മുഖത്ത് സ്വേദവാദങ്ങൾ വരുത്താനുള്ള കഴിവ് മനുഷ്യന് ജന്മസിദ്ധമാണ് എന്ന് പറഞ്ഞ പോലെ അത് എല്ലാവർക്കും ജന്മസിദ്ധമാണ്. അതായത് നമുക്ക് ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ മുഖത്ത് വരുന്ന ഭാവങ്ങൾ നമ്മുടെ മൊത്തം വരുന്നത്, നമ്മുടെ എല്ലാത്തിനും അത് എഫക്റ്റ് ചെയ്യും. എല്ലാവർക്കും അത് ജന്മസിദ്ധമാണ്. എല്ലാവർക്കും അതില്ലാന്ന് പറയാൻ പറ്റില്ല. എത്ര വലിയ ആളായ പോലും അതുണ്ട്. പക്ഷെ അത് നമ്മളത് ഇടയ്ക്ക് പിടിക്കുക, കാരണം ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര, കാരണം നമുക്ക് ഇവരുടെ ഒന്നും ഒരു ഇത് വേണ്ട. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സാധനം ചെയ്ത ആൾക്കാർക്ക് എതിരെ കേസ് കൊടുക്കാം. സിമ്പിളായിട്ട് കൊടുക്കാവുന്ന കേസുള്ളൂ. ഞാൻ കൊണ്ടൊരു പെറ്റീഷൻ കൊടുത്താൽ മതി. കാരണം ഞാൻ പറയാത്ത കാര്യം കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ട് ഈ സാധനം ഇവർ കേട്ടിട്ടുണ്ട് എന്നും പറഞ്ഞൊരു കേസ് ഫയൽ ചെയ്യാം. ആർക്ക് പ്രശ്നം വരാം? അല്ലേ? എനിക്ക് ചെയ്യാറിയാമല്ല. പക്ഷെ ഞാൻ പോകേണ്ട രീതിയിൽ പോകാനും എനിക്കറിയാം. പക്ഷെ അത് പോയി കഴിയുമ്പോൾ ചെറിയ കാര്യമായിരിക്കില്ല, ആർക്കും പറ്റുന്ന കാര്യം. ഞാൻ ചിന്തിക്കുന്നത്. കാരണം എനിക്ക് ഒരു ബിഗ് ബോസ് വിൻ ചെയ്യാന്ന് പറഞ്ഞത് എനിക്ക് ഞാൻ ചെയ്ത കാര്യം മാത്രമല്ല, നമുക്ക് ജനങ്ങളും കൂടി നമ്മളെ എക്സിറ്റ് ചെയ്ത് നമുക്ക് തന്ന കാര്യമാണ്. അപ്പൊ അവരോടും കൂടി നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട് ഇല്ലേ? അപ്പൊ ആ കമ്മിറ്റ്മെന്റിൽ നമ്മൾ ചെന്നിട്ട് നമ്മളിങ്ങനെ പറയാ, അവർക്ക് എതിരെ തെറി വിളിക്കുക, തേപ്പ് വിളിക്കുക, അങ്ങനെ വിളിക്കുക. ചിലപ്പോൾ ഈ നാളെ ഞാൻ വിളിക്കില്ല എന്നല്ല പറയണേ. അത്രയും ഇതാവും ചിലപ്പോൾ ഞാൻ വിളിച്ചെന്നിരിക്കും. ഞാൻ ഗബ്രീനപ്പൻ വിളിച്ചില്ലേ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ക്ഷമയ്ക്കൊരു അതിരുണ്ടാവും. കാരണം നമ്മളത് വിളിക്കണ അത്രയും ക്ഷമ നശിച്ചിട്ടായിരിക്കും ഒരാളെ ഞാനൊരു ചീത്ത വിളിക്കാൻ വേണ്ടി. പക്ഷെ ഞാൻ വിളിക്കാൻ തുടങ്ങിയ പിന്നെ അവന്റെ പദം കണ്ടു നിർത്തും. ജിൻഡോ ചേട്ടൻ തന്നെയാണെങ്കിലും കുറെ പ്രാവശ്യം അമ്മയെ കുറിച്ച് സംസാരിക്കാറുണ്ട്. അമ്മേനെ കുറെ കംഫർട്ട് ആക്കാൻ അല്ലെങ്കിൽ അമ്മയ്ക്ക് വേണ്ടി ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പണ്ട് ചെറുപ്പം തൊട്ടേ അമ്മയുമായിട്ടുള്ള ഒരു ബോണ്ട് ഭയങ്കരമായിട്ട് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട് ജിൻഡോ ചേട്ടൻ്റെ സംസാരത്തിലൊക്കെ. അപ്പൊ എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? ചൈൽഡ്ഹുഡ് മെമ്മറീസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ട് അമ്മയ്ക്ക് വേണ്ടി ഒരുപാട്? അതായത് നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഈ റോഡ് പണിയൊക്കെ ഇല്ലേ, റോഡ് പണിക്കൊക്കെ അമ്മ പോവായിരുന്നു. റോഡ് പണിക്ക് പോകുന്ന പറഞ്ഞാൽ ഇന്നത്തെ റോഡ് പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാർഡാന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് മിഷീനെല്ലാം കൊണ്ട് നമുക്ക് ഇട്ടുതരും. പണ്ട് കൊട്ട ചുമന്നിട്ട് കൊണ്ട് നമ്മൾ ഇടണം, എല്ലാം ചെയ്യണം. ഒന്നാമത്തെ എൻ്റെ അമ്മയുടെ ഒരു കൈ ശരിക്കും പോകില്ല, എന്തോ ഒരു കംപ്ലൈൻറ്റ് ഇങ്ങനെ ഉണ്ട്. അപ്പം ആ അമ്മ ഇങ്ങനെ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ അത്രയും, അതായത് ഇത് അമ്മ ഇങ്ങനെ ചെയ്ത പോരല്ലോ, നമുക്കും കൂടി ഒരു എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോകും. 3 മക്കളാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു
ഭക്ഷണം തരുന്ന സമയത്ത് അവർക്ക് ഞങ്ങളെ ഇളയതാണ്, അവർക്ക് ചിലപ്പോൾ ആദ്യം കൊടുക്കും. ആദ്യം കൊടുത്തു കഴിഞ്ഞിട്ട് ചിലപ്പോൾ എനിക്കായിരിക്കും ലാസ്റ്റ് ഉള്ളത്. അപ്പം ഞാൻ നോക്കുമ്പോൾ ചിലപ്പോൾ അവിടെ കഞ്ഞിവെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ അമ്മയ്ക്ക് ഉണ്ടാവുന്നത്. അപ്പോഴും ഞാനത് എനിക്ക് ഇത് മതി എന്ന് പറഞ്ഞ് കൊണ്ടു കൊടുത്താലും താഴെയുള്ളവരത് മേടിച്ച് കഴിക്കും. മനസ്സിലായോ? അപ്പം അത് നമുക്കത് അറിയാൻ പറ്റുമെങ്കിലും പക്ഷെ അമ്മയുടെ അവസ്ഥകളുണ്ട്, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ലൈഫിൽ. അതാ നമുക്ക് ഇപ്പോഴും നിങ്ങളോട് പറയാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ എന്ന് പറയുന്ന സാധനം ഇപ്പോഴും നമ്മുടെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫാദറും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്നല്ല എന്നല്ല, ഫാദർ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അമ്മ എന്ന് പറയുന്ന സാധനം എന്താ പറയുക, നമ്മൾ ആരൊക്കെ വിട്ടുപോയാലും അമ്മ നമ്മളെ വിട്ടു പോവില്ല എന്ന് നമ്മൾക്ക് തോന്നാറുണ്ട്. അമ്മ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ച് ഈ ബിഗ് ബോസിന്റെ സമയത്തൊക്കെ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാരണം അമ്മ ഇപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, മോൻ വീടിന്റെ വെളുക്കാണ്, മോൻ തളരരുത് എന്ന് പറഞ്ഞ് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. ലാലയുടെ മുമ്പിലേ പറഞ്ഞിട്ടുണ്ട്. ലാലയുടെ എൻ്റെ അമ്മ പറയായിരുന്നു ഞാൻ വീടിന്റെ വെളുക്കാണ്, മോൻ തളരരുതെന്ന് പറയായിരുന്നു. ഞാനിപ്പോൾ ഈ നാടിന്റെ വെളുക്കായി, അതിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. ഞാൻ ആ മൈക്ക് പിടിച്ച് ഫസ്റ്റ് പറഞ്ഞ സാധനം അതാണ്. കാരണം പിന്നെയും ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി വരുന്ന ആൾക്കാർ അവർ പുറത്തിറങ്ങിയിട്ടും നമ്മളെ കുറിച്ചിട്ട് അത് പറയാ, ഇത് പറയാ, അങ്ങനെ പറയാ, ഇങ്ങനെ പറയാ. അപ്പോഴും ഞാൻ ഇതുവരേക്കും ഒരു ചാനലിലും ഞാൻ ആരെയും കുറിച്ച് കുറ്റം പറഞ്ഞിട്ടില്ല. അതെന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഗെയിമാണ് കളിച്ചത്, അത് മനസ്സിലാക്കുക. അതൊരു ഗെയിമാണ്. ആ ഗെയിമിന്റെ ഭാഗത്ത് ഞാൻ ആ ബിഗ് ബോസിലോട്ട് അങ്ങോട്ട് കയറി ഇവിടെ നിന്ന് മരിച്ച്, നമ്മൾ ഈ ലോകത്ത് മരിച്ച്, അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കോ, അവിടെ നമ്മൾ മരിച്ച് അടുത്ത ലോകത്തോട്ട് നമ്മൾ വരാണ്. പക്ഷെ ഈ ലോകത്തോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോകുന്ന ഓർമ്മകളും കാര്യങ്ങളും നമ്മൾ മരിക്കില്ല. പക്ഷേ അത് അവിടെ തീരണം, ആ പ്രതികാരമോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ അവിടെ തീരണം. കാരണം വെച്ചാൽ പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്താ അവരുടെ പ്രോഗ്രാംസിന് കാര്യങ്ങൾക്കൊന്നും പോകാറില്ല, അത് ചെയ്യാറില്ല, ഇത് ചെയ്യാറില്ല എന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട്. പക്ഷെ ഞാനെന്ന് വെച്ചാൽ നമ്മൾ ചെല്ലുമ്പോഴായാലും ഇത് ചെയ്യുമ്പോഴായാലും നമ്മളോട് ഉള്ള സ്നേഹം അത് അങ്ങനെ ഒരു റിയൽ ഫീലായിട്ട് എനിക്ക് ചിലവരോട് തോന്നിയിട്ടുണ്ട്, ചിലർക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ അതെന്തോ കാരണം അവരെപ്പോഴും ആ മനസ്സിൽ വെച്ചിട്ട് അത് പെരുമാറുന്ന ഒരു ഫീൽ വല്ല മനസ്സിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ ചിന്തിക്കുന്നത് വെച്ചാൽ നമ്മൾ ഇനി പുറത്ത് നമ്മളൊരു ഇതുണ്ടാക്കേണ്ട ആവശ്യം എനിക്കില്ല. കാരണം ഞാൻ ഇവരോട് ആരും എനിക്ക് പ്രശ്നമില്ല. പിന്നെ രണ്ട് കാരണമുണ്ട്. കാരണം വെച്ചാൽ ചിലവര് എന്നെ കുറിച്ച് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. അതെന്തിനാന്ന് മനസ്സിലാക്കാനുള്ള ബോധം എനിക്കുണ്ട്. എന്താണെന്നറിയോ? എന്തായാലും വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുമ്പോ ഞാൻ തിരിച്ചു പറഞ്ഞാൽ അവര് വരലാവുള്ളൂ അല്ലേ? തരാൻ ഞാൻ വേണ്ടിയില്ല, ഞാൻ കൊടുക്കാതെ ഇരുന്നല്ല, ഞാൻ ഒരു കൺട്രോൾ. അതായത് അവര് ഭയങ്കര ഇതായിട്ട് എന്നെ കുറിച്ച് ഇങ്ങോട്ട് പറയും, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണെന്നൊക്കെ പറയും. അല്ല അത് തന്നെയല്ലേ നമ്മൾ ഈ അടിക്കാൻ വരുന്നതിന്റെ ഉദ്ദേശം, നമ്മളെ കിട്ടിയാൽ യൂസ് ചെയ്യാൻ വേണ്ടി. അതായത് അവര് കൂടുതലും നമ്മളെ കൊണ്ട് അവരെ തല്ലിക്കാൻ നോക്കാറ്. അവിടെ അത് തന്നെയാണ്, അവര് നമ്മളെ കൊണ്ട് തല്ലിക്കണം, പ്രൊവോക്ക് ചെയ്യാം. പക്ഷെ ഞാൻ പ്രൊവോക്ക് ആകുന്നില്ല, പ്രൊവോക്ക് ആവുന്നുണ്ട്, അതാവേണ്ട സമയത്തേ ആവുന്നുള്ളൂ. മനസ്സിലായി പറഞ്ഞത്? അന്ന് നമ്മൾ ആവേണ്ട സമയത്തല്ലാണ്ട് നമ്മൾ ആയാൽ ശരിയാവില്ല. ഞാൻ അവിടുത്തെ ഇതേക്കണ തെറ്റ് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്ന സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഗബ്രിയുടെ അപ്പനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ശരിയാ, ഞാൻ അങ്ങനെ വിളിച്ചപ്പോ നിന്റെ അപ്പനെ പോയി പറ അങ്ങനെ എന്തോ ഒരു വേടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എനിക്ക് തെറ്റാന്ന് ഫീൽ ചെയ്തത്, അത് മാത്രം എനിക്കൊരു തെറ്റായിട്ട് ഫീൽ ചെയ്തത്. അതായത് അതെന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ എന്നെ ആ സമയത്ത് വിളിച്ചത് പറഞ്ഞാൽ വന്നു അങ്ങനെയുള്ള എല്ലാ ഭാഷകളും കൂടി അങ്ങ് വിളിച്ചപ്പോ എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ഗബ്രിയോട് പറയാം സോറി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് അപ്പോഴും എനിക്ക് അവിടെ ചെന്നിട്ട് എനിക്കൊരു തെറ്റായിട്ട് ഫീൽ ചെയ്ത സാധനം ലൈഫിൽ അതാണ്. അത്രയും സഹിക്കാനാണ് വിളിക്കുന്നത്. അവൻ പറയുന്ന വേർഡ്സ് നമുക്കോട് ഇറിറ്റേഷൻ ആവും, അത്ര ഇറിറ്റേഷൻ ആവും, നിങ്ങൾക്കത് കേട്ടാൽ മനസ്സിലാവും. അപ്പം ഞാൻ അതങ്ങോട്ട് അറിയാണ്ട് വിളിച്ചുപോയി. വിളിച്ചപ്പോൾ ലാലേട്ടൻ വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ എന്നെ ഗബ്രീനെ പുറത്താക്കാണ്. അപ്പം എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉള്ളവർക്കൊക്കെ അത്യാവശ്യം സന്തോഷമായത് എനിക്ക് മനസ്സിലായി. അത് ഒരു ഫീലാണ്. പക്ഷേ ഞങ്ങൾ രണ്ടാളും അവിടെ ചെന്നപ്പോൾ തന്നെ ഞാൻ ലാലേട്ടൻ്റെ കൈ കുമ്പിയാണ് പറഞ്ഞത്, ലാലേട്ടാ ഈ ഒരു സിറ്റുവേഷനിൽ എന്നെ പുറത്താക്കരുത്, എന്നെ ആൾക്കാർ വേറെ ബാഡായിട്ട് കാണുള്ളൂ, എന്നെ ഞങ്ങൾ രണ്ടാളെ കയറ്റണം, ഞങ്ങൾ രണ്ടാളും ഈ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ഞാൻ അവനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ഒരു കാര്യമുണ്ട്, മേത്ത് പോലും തൊടിക്കാത്തവനാണ് ആര് ഗബ്രി,
തൊടിക്കാത്തവനുണ്ട്, അവനാണ് ഈ പറയണത്. അപ്പോഴും ഞാൻ പറഞ്ഞു അയാളുടെ ഞങ്ങൾ ഇനി ഒന്നും പറയില്ല ചീത്ത തരുമ്പോൾ. പക്ഷെ അദീപ്പനെ ഒരു ബാഡ് വേർഡ് ഉപയോഗിച്ചാളോട് എത്ര ഞാൻ കേട്ടത് പോലും, കാരണം അത്രയും നല്ലൊരാളോട് ഞാൻ വാക്ക് കൊടുത്തിട്ട് പോയതാണ്. നല്ലൊരാളോട് ഞാൻ വാക്ക് കൊടുത്ത് പോയതാണ്. അയാളുടെ ഞാൻ ഇനിയൊരു വേർഡ് ഉപയോഗിക്കില്ല. പക്ഷെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അദീപിനെയാണ് ഞാൻ ഫുള്ള് കേൾക്കണത്. ഇങ്ങനെ കേട്ട് 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 ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ബിഗ് ബോസിൽ പോകുന്ന ആൾക്കാർ നിങ്ങൾ മനസ്സിലാക്കാം, ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ഫലം ചെയ്യും. യെസ്, ആട്ടിൻ സൂപ്പിന്റെ ഫലം ചെയ്യുന്നുള്ളതല്ല, ക്ഷമ ഉണ്ടെങ്കിൽ നമ്മളെ ഉയരങ്ങളിലെത്തിക്കും. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ക്ഷമ. അതായത് എനിക്ക് ചെറുപ്പം മുതലേ ഉള്ളൊരു സാധനമാണ്. കാരണം മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പഠിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ തെറ്റുകൾ നമ്മൾ ക്ഷമിക്കാൻ പഠിക്കുക, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഇപ്പം നമ്മുടെ ഞാനൊരു ലേഡീനെ പോലും കൈ എടുത്ത് അടിച്ചിട്ടില്ല, എൻ്റെ വൈഫിനെ പോലും അടിച്ചിട്ടില്ല, എക്സ് വൈഫിനെ അങ്ങനെയൊന്നും അടിച്ചിട്ടില്ല, എക്സ് വൈഫിനും ഞാൻ അടിച്ചിട്ടില്ല, കൈ എടുത്ത് അടിച്ചിട്ടില്ല. അപ്പം അത് എനിക്കെന്തോ ഒരു അവരെ തല്ലേണ്ട ആവശ്യമില്ല. കാരണം ഇന്ന് ഈ പെൺകുട്ടികൾ തല്ലുന്ന നമ്മളോട് പറയാനുള്ളത് വെച്ചാൽ പെൺകുട്ടികൾ തല്ലല്ല നമ്മളൊരു നമ്മുടെ പരിശുദ്ധം കാണിക്കുക. അപ്പൊ എന്തായാലും ചേട്ടന്റെ പുതിയ ഷോസ് ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ ജിൻഡോപ്പൻ നൈറ്റ് എന്ന് പറഞ്ഞ ഷോ വന്നില്ലേ, ഡാൻസ് ഒക്കെ കളിക്കുന്നതൊക്കെ നമ്മൾ ഇതിനകത്ത് കണ്ടു. ഡാൻസ് ഒക്കെ ഇനി വീണ്ടും ഒന്നുകൂടി പോയി തട്ടിയെടുക്കാൻ അത് നമ്മളിപ്പോഴും ചിന്തിക്കുന്ന കാര്യമുണ്ട്, ജിമ്മന്മാരൊന്നും ഡാൻസ് ചെയ്യില്ല. ബിഗ് ബോസിൽ ഭയങ്കര അപ്രീസിയേഷൻ. നമുക്ക് എന്താ പറയാ, അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വൈകുന്നേരം ജസ്റ്റ് സമയം ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ചെന്ന് ചെയ്യുന്ന സാധനമാണ്. അപ്സര നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തതാണ് അവിടെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനും കാര്യങ്ങൾക്ക് എല്ലാത്തിനും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരാൾ ചെയ്യാൻ പറ്റാത്ത കാര്യം നമ്മൾ ചെയ്യുമ്പോഴാണ്. കാരണം എനിക്ക് അവിടെ എന്ത് ചെയ്യണമെങ്കിലും പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരു പേടി ഉണ്ടായില്ല. മറ്റുള്ളവർക്ക് ആ ഒരു സാധനം ഉണ്ടാവും, ഇത് ചെയ്താൽ എന്താവും, അല്ലെ അത് ചെയ്താൽ എന്താവും. അപ്പം നമ്മൾ ഒന്നും പേടിക്കാതിരുന്നാൽ ഇപ്പം നമ്മുടെ ലൈഫിൽ അയ്യോ അങ്ങനെ ചെയ്ത് എങ്ങനെയാവോ, എങ്ങനെ ചെയ്ത് അങ്ങനെയാവോ, നമ്മൾ ഒരുപാട് കാട് കയറി ചിന്തിക്കരുത്. ഒരു കാര്യം ചെയ്യണമെന്ന് മുമ്പ് ഒരുപാട് കാട് കയറി ചിന്തിച്ചാൽ പ്ലസ് മൈനസ് ഉണ്ടാവും. എന്താണ് മൈൻഡ് കാൽക്കുലേഷൻ. അത് അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലസ് മൈനസ് ചെയ്താൽ സമയം കിട്ടില്ല. ഇത് വേണോ വേണോ എന്ന് ചിന്തിക്കുമ്പോൾ വേണം. ആ ഒരു മൈൻഡിലേക്ക് എടുക്കാനുള്ള അതുമല്ല അത്രയും മാത്രമല്ല, നമ്മുടെ ഈ തലച്ചോറില്ലേ അവരുടെ ഇപ്പം ഈ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം നമ്മൾ രണ്ടാളും കൂടി സംസാരിക്കുന്നുള്ളൂ, ഇതിൻ്റെ ഇടയ്ക്ക് ഈ ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് അതുപോലത്തെ 24 പേര് ഇങ്ങനെ കൂടിയിരിക്കാന്ന് വെച്ചോ, നമ്മുടെ കൂടെ കൂടിയിരിക്കാന്ന് വെച്ചോ, അവരൊക്കെ ചോദിക്കണ ചോദ്യത്തിന് എങ്ങനെയായിരിക്കും എൻ്റെ മറുപടി, എനിക്ക് പറ്റുമോ? മീൻസ് അതിൽ ഭയങ്കര പ്രശ്നമല്ലേ. എന്താണ് ചോദിക്കണമെന്ന് അറിയില്ല, അടുത്താൾ ചോദിക്കണം നമ്മൾ മടുപ്പരാണ്. അപ്പൊ അത്രയും പേര് നമ്മൾ ഒരുമിച്ച് നമ്മളെ അതായത് നമ്മളെ നന്നാക്കാൻ എല്ലാവരും നോക്കണേ. നമ്മളിൽ നിന്ന് എന്ത് കിട്ടും, നമ്മൾ എങ്ങനെ പുറത്താക്കാം, നമ്മളെങ്ങനെ എന്ത് ചെയ്യാം എന്ന് ചോദിക്കുന്ന സമയത്ത് അവരെ പിടിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. ഞാൻ അതിനകത്ത് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അത് പുറത്ത് ഭയങ്കര എനിക്കെതിരെ ഭയങ്കര പ്രശ്നമായതാണ്. അതായത് സ്വന്തം നിലനിൽപ്പിനെ ബാധിക്കുമെന്ന് കരുതിയാൽ സ്വന്തം കൂടപ്പിറപ്പായാലും ജനിപ്പിച്ച തന്തയായാലും മോഹിച്ച പെണ്ണായാലും മാറ്റി നിർത്തണം. നിലനിൽപ്പിനെ ബാധിക്കുമെന്ന് കരുതിയാൽ ശരിക്കും അത് എടുക്കേണ്ട രീതിയിൽ, ഞാൻ പറഞ്ഞ സാധനത്തിനെ എടുക്കേണ്ട രീതിയിൽ നിങ്ങളൊന്ന് കാലിബ്രേഷൻ ചെയ്ത് നോക്കുക. ഞാൻ എക്സാമ്പിൾ പറയാം, അതിൻ്റെ സാധനം നിങ്ങൾക്ക് തരാം. എന്താന്ന്, അതായത് നമ്മൾ ഒരു വീട്ടിലേക്ക് നമ്മൾ കെട്ടിക്കൊണ്ടുവരണം, നമ്മുടെ ഭാര്യനെ കെട്ടിക്കൊണ്ടുപോയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫാദറും നമ്മുടെ ഭാര്യയും തമ്മിൽ ഒക്കണില്ല, എപ്പോഴും അടിയും ബഹളവും കാര്യങ്ങളാണ്. നമ്മൾ എന്ത് ചെയ്യും, ഫാദറിനെ മാറ്റിയിട്ട് നമ്മൾ വേറെ വീട്ടിൽ പോകില്ലേ, വീട് മാറി താമസിക്കില്ലേ. അപ്പൊ അതായത് ഫാദറിനെ മാറ്റി നിർത്താൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ മാറി താമസിക്കുന്നുള്ളതാണ് അല്ലേ. ആ കുടുംബത്തിൽ നല്ലതല്ലേ, പ്രശ്നം ഉണ്ടാക്കാതിരിക്കുക എന്ത് ചെയ്യണം, നമ്മൾ അവിടെ നിന്ന് മാറി നിൽക്കണം. നമ്മുടെ ആങ്ങളെ പെങ്ങന്മാര് നമുക്കൊരു സ്ഥലം പാകം വയ്ക്കേണ്ട പ്രശ്നന്മാരാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും മേജർ ഒരു പൈസയുടെ പ്രശ്നന്മാരാണ്. അടി ഉണ്ടാക്കാറില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാക്കും. കുറവാണ് ഉണ്ടാക്കാത്ത ആൾക്കാർ, സ്വത്തിന് വേണ്ടിയിട്ട് അടി ഉണ്ടാക്കാത്ത ആൾക്കാർ കുറവാണ്. ഈ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവരെ പേര് നമ്മൾ എതിർത്ത് പറയില്ലേ. കുറേ നന്മകൾ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ പുറത്ത് പറയാനോ ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ 9ൽ പഠിക്കുമ്പോൾ ബാഗിൽ നിന്നുണ്ട്, നമ്മൾ ഛർദ്ദിച്ചത് കാണാൻ ആരെങ്കിലും ആഗ്രഹിക്കില്ല. ഇതൊക്കെ 10 രൂപയുടെ ഞാൻ കോരിയുണ്ട്, 10 പേര് ഛർദ്ദിക്കാൻ ഞാൻ പ്രാർത്ഥിക്കും, അപ്പോൾ 100 രൂപ ഇടും. ഞാൻ പറയുന്നത് ലാലേട്ടാ താങ്ക് യു ലാലേട്ടാ, ഞാൻ മണ്ടനാണ് സമ്മതിച്ചു, പക്ഷെ നിങ്ങൾ ലാസ്റ്റ് ശ്രദ്ധിക്കുക ഞാൻ കപ്പടിച്ച. അപ്പൊ ഗബ്രീനെ അടിക്കുമ്പോൾ ജാസ്മിൻ
ഇതാവും എനിക്കറിയാം, ജാസ്മിൻ അടിക്കുമ്പോൾ ഗബ്രി ഇതാവും എനിക്കറിയാം. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അവരെന്ത് പറഞ്ഞു അതിന് അത് സഡൻ നമുക്ക് മറുപടി കൊടുക്കാനുള്ള ഒരു സാധനം ലൈഫിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം.